പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി പാർട്ട് 2. കഴിഞ്ഞ ആഴ്ച നമ്മൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചാണ് പറഞ്ഞത്. പോർട്രേറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ബെസ്റ്റ് പോർട്രേറ്റ് ഫോട്ടോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട സെറ്റിംഗ്സ് എന്തെല്ലാമാണ്, പിന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പോർട്രേറ്റ്സ് എടുക്കാൻ പറ്റിയ ക്യാമറകൾ, അതുപോലെ തന്നെ ലെൻസുകൾ ഏതെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ആ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം. ഇനി ആ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള പോർട്രേറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ലെറ്റ്സ് ഫോട്ടോ വർക്ക്. ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും ക്യാച്ചിങ് ആയിട്ടുള്ള ആ സബ്ജക്റ്റിന്റെ ഐസ് ആണ്, അല്ലെങ്കിൽ കണ്ണുകളാണ്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ എപ്പോഴും ഐ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, കണ്ണുകളിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ണുകൾ ഷാർപ്പ് ആണെങ്കിൽ ആ ഇമേജിന് മൊത്തത്തിൽ ഓവറോൾ ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും, നല്ലൊരു ഇമേജ് ആയിരിക്കും അത്. അപ്പോൾ കണ്ണുകൾ ഷാർപ്പായിട്ട് ശ്രദ്ധിക്കുക, കണ്ണുകളിൽ ഫോക്കസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ണുകളിൽ ഫോക്കസ് സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകളിലും IAF അല്ലെങ്കിൽ ഐ ഓട്ടോ ഫോക്കസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവർ ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ടുള്ള കണ്ണുകൾ ഓട്ടോമാറ്റിക്കലി ഫോക്കസ് ചെയ്യാനായിട്ടുള്ള സെറ്റിംഗ്സ് മിക്ക ക്യാമറകളിലും, അഡ്വാൻസ് ആയിട്ടുള്ള DSLR ക്യാമറകളിലും മിറർലെസ് ക്യാമറകളിലും ഉണ്ട്. എന്നാൽ എൻട്രി ലെവൽ ക്യാമറകളിൽ അല്ലെങ്കിൽ DSLR ക്യാമറകളിൽ സെമി പ്രൊഫഷണൽ എന്ന് പറയാവുന്ന ക്യാമറകളിലൊന്നും ഈ IAF ഇല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സബ്ജക്റ്റിന്റെ ഐസ് ഓട്ടോ ഫോക്കസ് ലോക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. മിക്ക DSLR ക്യാമറകളിൽ AF ലോക്ക് അല്ലെങ്കിൽ AE ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോക്കസ് ലോക്ക് ചെയ്യാൻ സാധിക്കും. കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ AF വെച്ചിട്ട് ഇത് ലോക്ക് ചെയ്യുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക, ക്യാപ്ചർ ചെയ്യുക. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഐസ് ഷാർപ്പായിട്ട് വരും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ഇമേജസ് കിട്ടാനായിട്ട് ഉപകരിക്കും. ഈ ഐ ഫോക്കസ് എന്ന് പറയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന വൈറ്റ് ബാലൻസ്. വൈറ്റ് ബാലൻസ് പ്രധാനമായിട്ടും ബാധിക്കുക നമ്മുടെ സ്കിൻ ടോണിനെയാണ്. നിങ്ങൾക്ക് ക്യാമറകളിൽ കാണാം, മിക്ക ക്യാമറകളിലും ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരുപാട് വൈറ്റ് ബാലൻസ് സെറ്റിംഗ്സ് ഉണ്ടാവും. ഫ്ലോറസെന്റ്, അതുപോലെ തന്നെ എന്താ പറയുക, ഡേ ലൈറ്റ്, ക്ലൗഡ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വൈറ്റ് ബാലൻസ് സെറ്റിംഗ്സ് ഉണ്ടാവും. നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് ബാലൻസ് സെറ്റിംഗ് ഒരു ക്ലൗഡി അല്ലെങ്കിൽ ഡേ ലൈറ്റ് ഈ ഒരു ഓപ്ഷനിൽ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഫ്ലോറസെന്റ് അതുപോലെ മറ്റുള്ള വൈറ്റ് ബാലൻസിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്കിൻ ടോണിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ലൗഡി അല്ലെങ്കിൽ ഡേ ലൈറ്റ്, ഇനിയിപ്പോൾ ഓട്ടോ വൈറ്റ് ബാലൻസ് ആണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫ്ലാഷ്, അതുപോലെ ലൈറ്റ് സോഴ്സ് എന്നീ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എക്സ്റ്റേണൽ ലൈറ്റ് സോഴ്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലൈറ്റിന്റെ കളർ എന്താ പറയുക, സ്കിന്നിൽ റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്കിൻ ടോണിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാച്ചുറൽ ലൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ ഫ്ലാഷ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ലൈറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പോർട്രേറ്റ്സിന് പറ്റിയ ഫോക്കൽ ലെങ്ത് ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വൈഡ് ആംഗിൾ ലെൻസുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റോർഷൻ വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫേസിന്റെ മൊത്തത്തിലുള്ള ഒരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോർട്ടഡ് ഇമേജസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ. അപ്പോൾ വൈഡ് ആംഗിൾ ലെൻസുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് വൈഡ് ആംഗിളിലേക്ക് പോകാണ്ട് ഒരു 30 mm താഴെയുള്ള വൈഡ് ആംഗിളിലൊക്കെ ഈ ഡിസ്റ്റോർഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഡിസ്റ്റോർഷൻ കറക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പോസ്റ്റ് പ്രോസസ്സിംഗിൽ ചെയ്യാൻ പറ്റും. എങ്കിൽ തന്നെയും ഈ ഡിസ്റ്റോർഷൻ വരാത്ത രീതിയിൽ എടുക്കാനായിട്ട് കുറച്ച് കൂടിയ ഫോക്കൽ ലെങ്ത്, ഒരു 30 എബോവ് ഉള്ള ഒരു ഫോക്കൽ ലെങ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെലക്ട് ചെയ്യുന്ന ആംഗിൾ ലോ ആംഗിളിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത്, അതുപോലെ ഐ ലെവലിൽ നിന്നാണ് ഫോട്ടോ എടുക്കുന്നത് എന്നുള്ളതൊക്കെ. കൂടുതൽ ആളുകളും പോർട്രേറ്റ്സ് എടുക്കുന്നത് ഒരു ഐ ലെവലിൽ നിന്നുള്ള ആംഗിളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ലോങ് ഷോട്ട് ആണെങ്കിൽ, ഒരു എന്താ പറയുക, ഒരു ഫുൾ ബോഡി ഷോട്ട് ആണെങ്കിൽ കുറച്ചൊരു ലോങ് ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ വേസ്റ്റ് ലെവലിൽ നിന്നൊക്കെ ആയിരിക്കും ആളുകൾ ഷൂട്ട് ചെയ്യുന്നത്. ഒരുപാട് ലോ ലെവലിൽ നിന്നുള്ള ആംഗിളുകൾ പരീക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്റ്റോർട്ടഡ് ഇമേജസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് പോർട്രേറ്റിന്റെ ഒരു ക്വാളിറ്റിയെ അല്ലെങ്കിൽ ഒരു ഓവറോൾ ലുക്കിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആംഗിൾസ്, നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ആംഗിൾ സെലക്ട് ചെയ്യുമ്പോഴും ചില കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഗ്രൂപ്പ് പോർട്രേറ്റ്സ് എടുക്കുമ്പോൾ ഏറ്റവും പ്രശ്നമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രൂപ്പിലുള്ള എല്ലാവരെയും ഫോക്കസിൽ കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾ യൂസ് ചെയ്യുന്ന അപ്പർച്ചർ, അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോക്കൽ ലെങ്ത് ഒക്കെ ഇതിൽ പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 5.6 ഗ്രൂപ്പിലെ എല്ലാവരെയും ഒരേ ലെവൽ ആളുകളെ നിർത്തിക്കൊണ്ട് ഒരേ ലെവലിൽ ആളുകൾ വരാനായിട്ട്, അയാളുടെ ഫേസുകൾ ഒരേ ലെവലിൽ വരുന്ന രീതിയിൽ നിർത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കുക. നിങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോയിൽ പ്രിഫറബിളി, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, ഒരു 5.6 മുതലുള്ള അപ്പർച്ചറുകൾ യൂസ് ചെയ്യുക. അപ്പർച്ചർ കുറയും തോറും നമ്മുടെ ഫോക്കസിൽ വരുന്ന ഏരിയ കുറവായിരിക്കും, അല്ലെങ്കിൽ ഡെപ്ത് കിട്ടുന്ന ഒരു ഏരിയ കുറവായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്നുള്ളത്. ബാക്ക് ഡ്രോപ്സ് ഇമേജിനെ ഒന്ന് പോപ്പപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആളെ ഒന്ന് എടുത്തു നിർത്താനായിട്ട് വളരെ പ്രധാനമായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. പോർട്രേറ്റ് ആയിട്ടുള്ള ഇമേജസ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ബാക്ക് ഡ്രോപ്പുകൾ ഒരു സോളിഡ് കളേഴ്സ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ഒക്കെ ഇങ്ങനെയുള്ള കളേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആളുടെ ഇമേജ് അല്ലെങ്കിൽ ആളുടെ ഒരു ഫേസ് ഒന്ന് പോപ്പപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് എടുത്തു നിൽക്കാനായിട്ട് ഈ ഒരു
ഒരു ഘടകം നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക പാറ്റേൺസ് ഉള്ള വാൾ, ഭിത്തി, അതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആളുടെ ഇമേജ് അല്ലെങ്കിൽ പോർട്രേറ്റിലെ സബ്ജക്റ്റ് ഒന്ന് പോപ്പപ്പ് ചെയ്ത് സബ്ജക്റ്റ് ഒന്ന് എടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നും. ഓവറോൾ നമ്മുടെ ഇമേജിന് നല്ലൊരു ലുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പോർട്രേറ്റ്സ് എടുക്കുമ്പോൾ ഈ ഫോട്ടോ കാണുന്ന ആളുകളുടെ ശ്രദ്ധ തിരിക്കുന്ന ഫാക്ടേഴ്സ് ആ ഒരു ഇമേജിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിൽ കൊണ്ടുവരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നെഗറ്റീവ് സ്പേസ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഒരു 2 വീഡിയോയിലൂടെ പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ 2 വീഡിയോയിലായിട്ട് പറഞ്ഞത്. നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരികയും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ.